ശ്രീ അരവി ബാബു, ഈ മലപ്പുറം തേഞ്ഞിപ്പലം ഭഗവതി ക്ഷേത്രത്തിലെ തീർത്ഥ കിണറാണ് ഇങ്ങനെ അശുദ്ധമാക്കാനുള്ള ശ്രമം നടന്നതായി വാർത്ത വരുന്നത്. ഇത് ആസൂത്രിതമാണെന്നാണ് വിശ്വാസികൾ ഉയർത്തുന്ന പരാതി. ഇത് മാത്രമല്ല, ഇതിൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ ഇന്നൊരു ചർച്ചയ്ക്കാണ് പോലീസ് വിളിച്ചിരിക്കുന്നത് ഇവരെ. ഇത് ആസൂത്രിതമാണ് എന്നുള്ള വിശ്വാസികളുടെ പരാതി ഗൗരവമായിട്ട് കണക്കിലെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഇതുപോലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ, അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും ബലം പ്രയോഗിച്ച് കൈയടക്കുകയും ചില കുൽസിത പ്രവർത്തനങ്ങളിലൂടെ ആ ക്ഷേത്രം, ഇപ്പോൾ പൊന്നാനിയിൽ തന്നെ അത്തരം ചില വാർത്തകൾ പുറത്തു വരികയുണ്ടായി. പൊന്നാനിയിലെ ഒരു ക്ഷേത്രം പിടിച്ചടക്കുന്നതിനെ സംബന്ധിച്ച്, അത് കൈയടക്കിയതിനെ സംബന്ധിച്ച്. അതേപോലെ നിരവധി സ്ഥലങ്ങളിൽ ഈ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഈ തേഞ്ഞിപ്പലത്തെ ക്ഷേത്രത്തിലെ വിശ്വാസികൾ ഉന്നയിക്കുന്ന ആ സംശയം, അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള സംശയം ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. പോലീസ് വിശ്വാസികളുടെ സംശയത്തെ അന്വേഷിക്കുന്നതിന് പകരം ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ അർത്ഥം ഈ ആരെയൊക്കെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ശ്രമം, പോലീസിന്റെ ഈ തരത്തിലുള്ളൊരു നീക്കം ഒട്ടും ആശാസ്യമല്ല. ഭക്തജനങ്ങൾ വളരെ പവിത്രമായിട്ട്, വിശ്വാസത്തോടെ അവർ പവിത്രമായി കാണുന്ന ഒരു ക്ഷേത്രത്തിന്റെ തീർത്ഥ കിണർ എന്ന് പറയുന്നതിനെ അശുദ്ധമാക്കാനുള്ള പരിശ്രമത്തിനെ ആ നാട്ടിൽ വലിയൊരു വർഗീയ കലാപത്തിനുള്ള പരിശ്രമമായിട്ട് വേണം കാണാൻ. അപ്പോൾ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതിന് പകരം ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ തീർത്ഥ കിണർ അശുദ്ധമാക്കിയവരെ രക്ഷിക്കാനുള്ള പരിശ്രമമാണോ അതിന്റെ പിന്നിലുള്ളത്? അതുകൊണ്ട് പോലീസിന്റെ നടപടി സംശയാസ്പദമാണ്. പോലീസ് ഇത്തരത്തിലല്ല പെരുമാറേണ്ടത്. വിശ്വാസികളുടെ ആ സംശയത്തിന് അനുസൃതമായിട്ടുള്ള അന്വേഷണം നടത്തി അതിന് വസ്തുതയുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരെ കണ്ടെത്തിയിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ കടമ. അതിന് പകരം ഇത്തരത്തിൽ ചർച്ചയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ എന്ത് തർക്കമാണ് ഈ കിണറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? ചർച്ചയിലൂടെ പരിഹരിക്കാൻ തക്ക രീതിയിൽ എന്താ തർക്കമാണോ അത്? അതോ ആ വിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കമായിട്ട് ആണോ ഭക്തജനങ്ങൾ ഇതിനെ കാണുന്നത്? അപ്പൊ ഇതിനൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പരിശ്രമം, അല്ലെങ്കിൽ അവരുടെ നീക്കം അത്യന്തം സംശയാസ്പദമാണ്. വിശ്വാസികളുടെ ആ സംശയം ദൂരീകരിക്കാനാണ് പോലീസ് ശ്രമിക്കേണ്ടത്. അതിന് പകരമുള്ള ഏത് നടപടിയും വിശ്വാസികളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ.